കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മൾ എന്താ കണ്ടത്? തേജുങ്ങ ഫോളോ ചെയ്ത് യോഹാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നത്. അവിടെ നമ്മുടെ ഡോക്ടർ കില്ലറുടെ വെട്ടി മാറ്റപ്പെട്ട തലയുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തേജുങ്ങ ജയിലിൽ പോകേണ്ട വന്ന കേസിലെ റിയൽ കൾപ്രിറ്റ് ആയിട്ടുള്ള ദോക്യോങ്ങിന്റെ ഫോട്ടോ വെച്ച് അവനെ കുറിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യോഹാൻ ചെറിയൊരു ഗെയിം കളിക്കുന്നുണ്ട്. അത് വെറുതെ യോഹാനെ ചൊറിയാൻ പോയിട്ടാണെന്ന് നമുക്കറിയാം. അതിന്റെ ബാക്കി ഈ എപ്പിസോഡിൽ നോക്കാം. തേജുങ് ആ ഡീറ്റെയിൽസ് എടുത്ത് ബൈക്കും എടുത്ത് യാത്രയാവുന്നുണ്ട്. യോഹാന് എന്ത് വേണേലും ചെയ്യാൻ പറ്റുമല്ലോ. അതേ കണക്ക് അവന്റെ സിസ്റ്റം വെച്ചിട്ട് ദോക്യോങ്ങിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്രൈവറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത് പബ്ലിക് ആക്കി വിടുന്നുണ്ട്. എന്നാലല്ലേ തേജുങ്ങിനെ കണ്ട് പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നീ അത് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടാണ് എനിക്ക് കുറച്ച് ഫൺ ചെയ്യാനെന്നും പറഞ്ഞ് സൈക്കോ തരത്തിലിരിക്കുന്ന യോഹാൻ അവന്റെ ഗെയിമിന്റെ പാർട്ടായിട്ട് തേജുങ് ദോക്യോങ്ങിനെ അന്വേഷിച്ചാണ് പോകുന്നത്. ദോക്യോങ്ങിന്റെ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് തേജുങ്ങിന് വേണ്ടിയിട്ട് ദോക്യോങ്ങിന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ചെയ്യുന്ന പബ്ലിക് ആക്കിയായിരുന്നല്ലോ. അതുകൊണ്ട് തേജുങ്ങിനെ ആക്സസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതിൽ നോക്കുന്ന സമയം ഞാൻ ബൂസാനിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ദോക്യോങ് സ്റ്റാറ്റസ് ഇട്ടത് കണ്ട് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് ഡിറ്റക്റ്റീവ് യോഹാന്റെ നിർദ്ദേശപ്രകാരം തേജുങ്ങിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. കൂടെ തന്നെ ചെടികാടും ഉണ്ട്. അവർ രണ്ടും കൂടെ തേജുങ്ങിനെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അവരെ തേജുങ്ങ കുറെ കാലമായിട്ട് കാണാൻ സമ്മതിച്ചിട്ടേ ഇല്ല. അത് ഇവർക്ക് അറിയത്തുമില്ല. അറിഞ്ഞാലും ഇല്ലേലും ഇവരെ വന്ന് അന്വേഷിക്കേണ്ട ഒരു കടമയുണ്ടല്ലോ. അതുകൊണ്ട് വന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവര് പുലമ്പുന്നത് അവൻ നമ്മളെ കാണാൻ പോലും സമ്മതിക്കാറില്ല എന്നും പറഞ്ഞ്. ഈ ഡിറ്റക്റ്റീവിനാണെങ്കിൽ മര്യാദ എന്ന് പറയുന്ന ഒരു ഭാഷയെ അറിയത്തില്ല. ഗാർഡാണ് അവരുടെ അടുത്തും കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അങ്ങനെ അവരുടെ അടുത്ത് അന്വേഷിച്ചൊന്നും കിട്ടാണ്ട് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയം ചെടികാടിനൊരു കോൾ വരുന്നുണ്ട് തേജുങ്ങിന്റെ അടുത്ത് നിന്നാണ്. ഞാൻ റിയൽ ആയിട്ടുള്ള കൾപ്രിറ്റിനെ പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന ചോദിക്കുന്നു. അവൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു കണ്ടിട്ട് ഷോക്കായിട്ട് പാക് തേജു എന്ന് ഗാർഡ് വാവിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇത് കേട്ട ഡിറ്റക്റ്റീവ് ഗാർഡിന്റെ അടുത്ത് വന്ന് ഫോണ് പിടിച്ചു വാങ്ങി സംസാരിക്കുമ്പോഴേക്കും തേജുങ് വെച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷെ കോള് കട്ട് ചെയ്യാതെയാണ് ചെറുക്കൻ പോകുന്നത്. ബൂസാനിലെ ബസ് സ്റ്റാൻഡിലാണ് തേജുങ് ഉള്ളത്. അവിടെ ബൂസാനിലെ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ ഈ ഫോൺ ഇങ്ങനെ വെച്ചോണ്ട് പോയോണ്ട് ഡിറ്റക്റ്റീവും കേൾക്കുന്നു. ഡിറ്റക്റ്റീവ് ഫോണ് മേടിച്ചപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് പോവാണെങ്കിൽ കേൾക്കൂലായിരുന്നു. പക്ഷെ അങ്ങനെ വെച്ചിട്ട് പോയോണ്ട് ഫുള്ള് കേട്ടു. അങ്ങനെ ഇവർക്ക് മനസ്സിലായല്ലോ തേജുങ് ഇപ്പൊ ബൂസാനിലാണ് ഉള്ളത് എന്ന്. അതുകൊണ്ട് അവർ രണ്ടും ബൂസാനിലേക്കും വരുന്നു. ഇവിടെ ഒരാള് ഹോക്കി സ്റ്റിക്ക് വെച്ച് മറ്റൊരാളുടെ തലമണ്ട അടിച്ചു പൊളിക്കുന്നതാണ് കാണുന്നത്. നമുക്ക് മുടിയെന്ന് വിളിക്കാം. താറാ സ്വഭാവമാണ്. ആ അടി കൊണ്ട് കിടക്കുന്ന മനുഷ്യന്റെ മണ്ട ഒരുമാതിരി ഹോക്കി ബോൾ അടിക്കുന്ന കണക്ക് വച്ച് കീച്ചിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ദോക്യോങ് വരുന്നത്. ദോക്യോങ് ഇവന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. മുടിയൻ ഒരു ബിസിനസ് മാനെ പോലെ ഉണ്ട്. പക്ഷെ ഒരു ഗ്യാങ്സ്റ്റർ ആണ്. പോരാത്തതിന് സ്മഗ്ലർ ഒക്കെയാണെന്ന് തോന്നുന്നു. ഡ്രഗ് ഡീലിംഗ് അടക്കമുണ്ട്. ഇപ്പൊ തന്നെ ദോക്യോങ്ങിനെ കൂട്ടിയിട്ട് പോയിട്ട് ഹോക്കിന്റെ ബോൾസ് ഉണ്ടല്ലോ അതെടുത്ത് കൊടുക്കുന്നുണ്ട്. അതടിച്ചു പൊട്ടിച്ചാലേ ഡ്രഗ്സ് കിട്ടുന്നു. അത് പൊട്ടിച്ച് ഡ്രിങ്ക്സിലേക്ക് ഇടുമ്പം നല്ല അടിപൊളി ഡ്രഗ്സ് ആവുന്നുണ്ട്. വായും പൊളിച്ച് ദോക്യോങ് ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പം മുടിയൻ ഹോക്കി സ്റ്റിക്ക് എടുത്ത് ദോക്യോങ്ങിന്റെ മണ്ടയാണ് അടുത്തതായിട്ട് അടിച്ചു പൊട്ടിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് പൊസിഷനിൽ വെച്ചാല് കറക്റ്റ് ആയിരിക്കുന്നേക്ക് ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാണ്ട് തന്നെ ദോക്യോങ് ഞാൻ നിനക്ക് എത്ര വേണമെന്ന് വെച്ചാൽ തരാമെന്ന് പറയുന്നു. അത് നല്ല ഐഡിയ ആണ്. നല്ല രീതിക്കാണ് ആ സ്റ്റിക്ക് എടുത്ത് മാറ്റുന്നത്. എന്നിട്ടുള്ള ഡയലോഗാണ് ഞാൻ നിന്നെ സംശയിച്ചിട്ടേ ഇല്ല എന്ന്. ഇന്ന് രാത്രി ഇവരെ ഡ്രഗ്സിന്റെ ഒരു പാർട്ടി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ചുള്ള സംസാരം. തേജുങ് വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് യോങ്ഷിക്കിനാണെങ്കിൽ ടെൻഷൻ. ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് മോൾ അങ്ങോട്ടേക്ക് വരുന്നത്. യുൻബി നീ കാരണമാണോ അവൻ എങ്ങോട്ടേലും പോയത്? നീ റെന്റ് വല്ലതും കൂട്ടി ചോദിച്ചു ഒന്ന് ചോദിക്കുന്നതിന്. പിന്നെ ഞാൻ അത്രയ്ക്ക് ദുഷ്ടിയൊന്നല്ലെന്ന് അവള്. രണ്ടുപേരും ആലോചിച്ചും പേടിച്ചും പൊകഞ്ഞ് പിന്നെ ജയിലിൽ തന്നെ പോയി അന്വേഷിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അഥവാ പോലീസ് വല്ലതും പിടിച്ചിട്ടുണ്ടെങ്കിലും. പോയി നോക്കുന്നുണ്ടെങ്കിലും പോലീസ് പിടിച്ചിട്ടില്ല എന്നുള്ള അറിവാണ് കിട്ടുന്നത്. ഇവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. അപ്പോഴാണ് അവക്കൊരു ബുദ്ധി ഉദിക്കുന്നത്. തേജുങ്ങിന്റെ അടുത്ത് യോൺഷിക്കിന്റെ ഫോണാണല്ലോ കൊടുത്തിട്ടുള്ളത്. അത് കള്ള മോഷ്ടിച്ചോണ്ട് പോയി എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദിക്കുന്നുണ്ട്. കണ്ടുപിടിച്ചു തരണ്ടോന്ന് ചോദിക്കുന്നതിന് അതൊന്നും വേണ്ട, ലൊക്കേഷൻ മാത്രം മതി എന്നും പറഞ്ഞ് അതും മേടിക്കുമ്പം മോളുടെ ബുദ്ധി കണ്ടിട്ട് അച്ഛന് ഭയങ്കര ഹാപ്പി. നോക്കി അവളെ ചിരിച്ചോണ്ടിരിക്കുമ്പം അവൾ ഒരുമാതിരി തുറച്ചു നോക്കുന്ന കണ്ടിട്ട് ക്യൂട്ടായിട്ട് തംസപ്പ് കാണിക്കുന്നു. ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഭയങ്കര ക്യൂട്ടാണ്. ഡിറ്റക്റ്റീവും ഗാർഡും കൂടെ ചുമ്മാ ബൂസാനിൽ പോയി വെച്ച് തേജുങ്ങിനെ കണ്ടുപിടിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് യൂൻബിക്ക് തോന്നിയ അതേ ബുദ്ധി തന്നെയാണ് ഡിറ്റക്റ്റീവിനും തോന്നുന്നത്. യൂൻഷിക്കിന്റെ ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുമ്പം ഒന്ന് ബൂസാനിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് തേജുങ് ആണെന്നുള്ളത് കൺഫേം ആണല്ലോ. അവനെ കണ്ടുപിടിക്കാൻ പോവാണെന്ന് ഡിറ്റക്റ്റീവിന് ഭയങ്കര ഹാപ്പി. പക്ഷെ ഗാർഡ് അത്ര ഹാപ്പി അല്ല. പുള്ളി കുറച്ച് നല്ല മനുഷ്യനാണല്ലോ. തേജുങ് വിളിച്ച സമയത്ത് നേരത്തെ പറഞ്ഞ കാര്യം മാത്രമായിരുന്നില്ല നടന്നത്. ഞാൻ എന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പോവാണ്, കൾപ്രിറ്റിന്റെ അഡ്രസ് ഇതാണെന്ന് പറഞ്ഞിട്ട് അഡ്രസ്സും പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു പോയത്. ആ അഡ്രസ്സ് ഗാർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയൊരുമാതിരി
ടെൻഷനായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ യോഹാനെയാണ് കാണുന്നത്. ആളുടെ പാരൻസിന്റെ ഓർമ്മ ദിവസമാണിന്ന്. അതുകൊണ്ട് ബുദ്ധന്റെ അമ്പലത്തില് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാ പ്രാർത്ഥന. ഇവര് മാത്രല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോഴാണ് കല്ല് പോലെ നിൽക്കുന്ന യോഹാന്റെ അടുത്തേക്ക് അങ്കിള് വന്ന്, നീ ഇപ്പോഴും ദുസ്വപ്നം കണ്ട് എണീക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇടയ്ക്കുണ്ട് എന്ന് പറയുന്നു. അപ്പോ ബ്രീത്ത് ചെയ്യാനുള്ള പ്രശ്നോ അതും ഇപ്പോഴുണ്ടോ? യോഹാൻ ഒരുമാതിരി പുച്ഛത്തിലാണ് നിൽക്കുന്നത്. അങ്കിളെ തുടർന്നുകൊണ്ട്, ഞാൻ ജസ്റ്റ് നിന്റെ അങ്കിളിലോ എന്നുള്ള രീതിക്കല്ല ചോദിക്കുന്നത്, ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റ് എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നീ ഇപ്പോഴേ നോക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. 10 വർഷമായി നിന്റെ പാരൻസ് മരിച്ചിട്ട്. ഇതൊക്കെ വിടേണ്ട സമയമായി. മനസ്സിലായോ? അപ്പോഴാണ് അവർ റിപ്ലൈ കൊടുക്കുന്നത്, ജസ്റ്റ് മനസ്സിലായി, ഗുഡ് എന്നും പറഞ്ഞ് അങ്കിൾ അവിടുന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുന്ന സമയം അവൻ്റെ ആൻറ്റി അടുത്തേക്ക് വിളിച്ച് ഷെയർസിന്റെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി അത് വീതിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആർക്ക് എന്ത് കിട്ടുന്നൊന്നും അറിയത്തില്ലല്ലോ. പുള്ളിക്കാരിക്ക് അതിന്റെ ടെൻഷൻ. ശരി ആൻറ്റി, ആൻറ്റി പറഞ്ഞതുപോലെ ആവട്ടെ എന്ന് യോഹാൻ. നല്ല കാര്യം. ഇന്ന് ഡിന്നർ ഉണ്ട്, നീ വരത്തില്ലേ എന്ന് ചോദിക്കുന്നു. ഫാമിലിയിൽ മൊത്തത്തിൽ എല്ലാവരും ഉണ്ടാവുമെന്ന് പറയാണ്. ഇല്ല ആൻറ്റി, എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട് എന്ന് യോഹാൻ. ശരി, എല്ലാവരുമായിട്ട് ഒരു ടച്ചിലിരിക്കുമെന്ന് പറഞ്ഞ് ആൻറ്റി അവിടുന്ന് പോകുന്നുണ്ട്. സംസാരം കേട്ടാലേ അറിയാം അവനെക്കുറിച്ച് കൺസേൺഡേ അല്ലെന്ന്. അവിടെ ഒരുപാട് ബ്ലാക്ക് കാർസ് നിർത്തി ഇട്ടിട്ടുണ്ട്. അവൻ്റെ ഫാമിലിൻ്റെ ആയിരിക്കണം. എല്ലാവരും അവിടുന്ന് പോയി കഴിയുമ്പം ഒരു വൈറ്റ് കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതില് അവൻ്റെ ആയയാണുള്ളത്. ഇത്രയും നേരം കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു എന്ന് യോഹാൻ. അതെ, നിന്റെ റിലേറ്റീവ്സിന് എന്നെ ഇഷ്ടമല്ലോ, അതുകൊണ്ടാണ് അവര് കാണാതിരുന്നത് എന്ന് പറയുന്നു. ഇക്കൊല്ലം റിലേറ്റീവ്സ് നിന്നെ കൺസോൾ ചെയ്യാൻ ശ്രമിച്ചു എന്ന് ചോദിക്കുമ്പം അതവരെപ്പോഴും ചെയ്യുന്നതല്ലേ. പുല്ലിനുള്ളിലെ പാമ്പാണ് എൽഡേഴ്സ്. അവര് എപ്പോഴും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. എൻ്റെ പാരൻസിന്റെ മരണം എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോന്ന് എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും ആ അങ്കിൾ എന്നും പറഞ്ഞ് നടക്കുന്ന പുള്ളിക്കാരൻ. അത് എന്നെ ഹോണ്ട് ചെയ്യുന്നെന്ന് പുള്ളിക്ക് ഉറപ്പ് വരുത്തിയേ പറ്റൂ. അതും എന്നെ കെയർ ചെയ്യുന്ന കണക്ക്. അതൊക്കെ വിട്, നമുക്ക് കഴിക്കാൻ പോവാം. പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറയാന്ന് പറയുന്നതിന് അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇന്ന് എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ആയിട്ടൊന്ന് ബാക്കോട്ടേക്ക് നോക്കുമ്പം അവിടെ കില്ലർ ലേഡി ഉണ്ട്. യോഹാനെ കാര്യം മനസ്സിലാവുന്നു. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരില്ലെന്ന് വിചാരിക്കുന്നു എന്നും പറഞ്ഞ് യോഹാൻ അവിടുന്ന് പോകുന്നുണ്ട്. സൈക്കോ ലേഡീസ് രണ്ടും കൂടെ പോകുന്നത് ഒരു രക്തക്കള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് യോഹാന്റെ ഫാമിലി ഡിന്നർ നടക്കുന്നു പറഞ്ഞായിരുന്നല്ലോ, ആ സ്ഥലത്താണെന്ന് തോന്നുന്നു. കാരണം അവന്റെ ആന്റി അവിടെ ഉണ്ട്. അവിടെ കുറെ ആൾക്കാരുണ്ട്, സർവൻസ് അടക്കം എല്ലാരെയും കൊന്നിട്ടേക്കുവാണ്. എന്നിട്ട് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന കില്ലർ ലേഡി നമ്മുടെ ആയിക്ക് കണ്ണ് കാണത്തില്ല. അവരുടെ കയ്യില് കത്തി കൊടുത്ത് അടുത്തേക്ക് കൊണ്ടുവന്ന് ആന്റീന്റെ അടുത്താണ് നിർത്തുന്നത്. കത്തി നെഞ്ചിലേക്ക് കുത്തിപ്പിടിച്ച് സംസാരിക്കുന്ന സമയം ആന്റി പറയുന്നുണ്ട്, യോഹാന്റെ അമ്മ ആരാണെന്ന് അവന് ശരിക്കും അറിയത്തില്ല അല്ലേ. ആ ലോ ക്ലാസ് ബ്ലഡ് അല്ലേ അവന്റെ ശരീരത്തിൽ ഒഴുകുന്നതെന്നൊക്കെയുള്ള രീതിക്ക് പറയുന്നുണ്ട്. അത് മാത്രല്ല, യോഹാനെ ആയ അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാണെന്നൊക്കെ. അച്ചോ, നിനക്ക് അറിയാഞ്ഞിട്ടാണ്. യോഹാൻ എന്നെ വലിയ കാര്യമാണ്. അവൻ ആകെപ്പാടെ മനസ്സ് തുറന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ അവന്റെ കൂടെ ഇല്ലെങ്കിൽ അവന് വിഷമാണെന്നേ. അതുകൊണ്ടാണ് എൻ്റെ കണ്ണിലേക്ക് മെർക്കുറി ഒഴിച്ച് എൻ്റെ കാഴ്ച കളഞ്ഞത്. അതാണ് അവൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് ആൻറ്റീനെ തട്ടുന്നുണ്ട്. ഇതൊക്കെ ഏത് വിഭാഗത്തിൽ വിടുമെന്തോ. അവിടെ രണ്ടുപേർക്ക് ജീവനുണ്ട്. അവരെ എഴഞ്ഞെഴിഞ്ഞ് പോവാൻ നോക്കുമ്പം കില്ലർ ലേഡി അവരെയും തട്ടുന്നുണ്ട്. എന്നാൽ പിന്നെ അത് അടങ്ങി കിടക്കുമായിരുന്നെങ്കിൽ ഇവർ പോയിട്ടെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കായിരുന്നു. രാത്രിയായി. ആഘോഷങ്ങളുടെ നഗരം ബൂസാൻ. ദോക്യുങ്ങ വണ്ടി ഓടിച്ചു വരുമ്പം അതിലെ മുട്ടും നടക്ക് 2 പെമ്പിള്ളേര് വരുന്നുണ്ട്. റോട്ടിൽ കൂടെ പോകുമ്പോ വണ്ടി ഇടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കാണേലും ദേഷ്യം വരുമല്ലോ. എന്താ നിനക്കൊന്നും കണ്ണ് കണ്ടുകൂടി എന്ന് ചോദിക്കല്ല. ദോക്യുങ്ങ ഇറങ്ങി വന്നിട്ട് പടപടയെന്ന് ആ പെണ്ണിനിട്ട് അടിക്കുന്നു. മുടിയനാണ് അന്ന് പിടിച്ച് മാറ്റുന്നത്. നമ്മളിന്ന് ഫണ്ട് ചെയ്യാനല്ലേ വന്നേ, ഇതൊക്കെ അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞ്. എന്നിട്ടും അടങ്ങിയിരിക്കാതെ വഴി പോകുന്നവരുടെ മെക്കിട്ട് കയറിയിട്ടാണ് പോകുന്നത്. ഇവരൊരു ഷിപ്പിലേക്കാണ് കയറുന്നത്. ഇവരങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാവുന്ന തേജുങ്ങ് ഓൾറെഡി അവിടെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇവനിങ്ങനെ ബൈക്കിൽ വന്ന് നിൽക്കുന്നത് സ്ട്രേഞ്ച് ആയിട്ട് നോക്കുന്നതൊക്കെ മുടിയൻ ഒന്ന് നോട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ അകത്ത് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ തേജുങ്ങും നൈസായിട്ട് വരുന്നുണ്ട്. ആരും കാണാതെയാണ് അവൻ ഇതിലേക്ക് പോകുന്നെങ്കിലും ഇതൊക്കെ ഒരു ഷോ പോലെ മുടിയൻ മേലെ ഇരുന്ന് നോക്കുന്നുണ്ട്. തേജുങ്ങ വരുമ്പം നേരെ മുന്നില് തോക്കിയങ്ങ് വന്ന് നിൽക്കുന്നു. അവന് ഹാപ്പി, തോക്കിയങ്ങ് ഹാപ്പി. മുടിയൻ ഒരാൾ വന്നതായിട്ട് പറഞ്ഞായിരുന്നു, പക്ഷെ നീയാണെന്ന് വിചാരിച്ചില്ല എന്ന് ദോക്യുങ്ങ പറഞ്ഞുകൊണ്ടിരിക്കവേ അവന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തേജുങ്ങ ഒരു തുള്ളി പേടിക്കുന്നില്ല. ലൈഫൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പം ലൈഫോ നന്നായിട്ട് പോകുന്നുണ്ട്. പാർട്ടി ചെയ്യുക, കുടിക്കുക, കണ്ടവന്മാരുടെ മെക്കിട്ട് കയറുക, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോന്നു. ദോക്യുങ്ങ കൊന്നിട്ട് അതിന് പകരമായിട്ട് തേജുങ് ജയിലിൽ പോയല്ലോ. ആ പെണ്ണിന്റെ പേര് പറഞ്ഞ് നിനക്ക് അവളെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പം
ഓ അവള് അങ്ങനെ പറ. നീ എന്താ വിചാരിക്കുന്നത് ഞാൻ അവളെ ഓർത്ത് എന്നും റിഗ്രറ്റ് അടിച്ച് ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്നോ? അത് നീ തന്നെ ഓൾറെഡി ജയിലിൽ നിന്ന് ചെയ്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ എനിക്ക് നിന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് മുടിയനെ വരുന്നുണ്ട്. മുടിയന്റെ അടിയാൾക്കളെ പുഷ്പം പോലെ തേജോങ് അടിച്ചിടുന്നുണ്ട്. ദോക്യോങ്ങിനെ അകത്ത് വിട്ട് മുടിയനും അടിക്കാൻ ഇറങ്ങുന്നു. പക്ഷെ മുടിയനോട് പിടിച്ചു നിൽക്കാൻ തേജോങ്ങിന് പറ്റുന്നില്ല. ഒന്നോ രണ്ടോ അടി അങ്ങോട്ട് കൊടുത്താലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങോട്ടേക്കാണ് കിട്ടുന്നത്. ഇവിടെ യോഹാൻ നാളെ ഫ്യൂണറലിന് പോകുന്നതിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അത്രയും ഡ്രസ്സ് ഉണ്ടായിട്ട് അവൻ അതൊന്നും എടുത്തിടാൻ തോന്നുന്നില്ല, ഒരു തൃപ്തി വരുന്നില്ല. ആയ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അങ്ങ് ഹാപ്പി ആവുന്നത്. എല്ലാം ചെയ്തിട്ട് അവന്റെ അങ്കിൾസ് ആൻഡ് ആന്റിമാർക്ക് ഇന്നെന്തോ ആക്സിഡന്റ് ആയെന്ന് കേട്ടല്ലോ, അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പം അവിടെ തീ പിടിച്ചു എന്ന് പറയുന്നു. ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ആരും ഉണ്ടാവൂല, അത്രയ്ക്ക് നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ട് എന്നറിയാണ്. എന്തൊരു സൈക്കോസാണോ എന്തോ. ഇതിന്റെ ഇടയ്ക്കാണ് ദോക്യോങ്ങിന്റെ അടുത്ത് നിന്ന് കോൾ വരുന്നത്. തേജോങ് പോയതിന് ഭയങ്കര വിഷമായിരുന്നല്ലോ. അതായത് ദോക്യോങ്ങിന്റെ അവതാറാണല്ലോ തേജോങ്, അതിന്റെ പേരിൽ കുറെ ഒന്ന് ചൂടാവുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ഇപ്പൊ വന്നിട്ട് ഞാൻ അവനെ പിടിച്ചു, അവനെ കൊല്ലാൻ പോവാണെന്നുള്ള രീതിക്കുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. തേജോങ് മരിക്കേണ്ടിയിരുന്നത് ആ കാർ റേസ് നടക്കുന്ന സ്ഥലത്താണ്. ഇപ്പൊ ഇങ്ങനെ നടക്കുന്നതും കൊണ്ട് അവന് റീഫണ്ട് വേണമെന്ന്. ആർക്ക്? ദോക്യോങ്ങിന്. ഇവിടെ തേജോങ് മയക്കത്തേന്ന് എണീറ്റ് നോക്കുമ്പം അവന്റെ കൈയും കാലും വായും എല്ലാം കൂടെ കെട്ടിയിട്ടിട്ടാണ് ഉള്ളത്. അതും ആരും ഇല്ലാത്തൊരു റൂമില്. അഴിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പറ്റുന്നേ ഇല്ല. ഇവിടെ ഇപ്പുറത്ത് ഭയങ്കരമായിട്ട് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡ്രഗ് പാർട്ടി. ഒരു വശത്തെ പാർട്ടി നടക്കുമ്പം അതേ സ്ഥലത്തേക്ക് യോൺഷിക്കും യോൺബിയും വരുന്നുണ്ട്. ഇവര് വന്ന സമയത്ത് തന്നെയാണ് കറക്റ്റ് ആയിട്ട് ഡിറ്റക്റ്റീവ്, ഗാർഡ്, പിന്നെ കുറെ ലോക്കൽ പോലീസ്. അവര് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തേജുവിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഇവർ രണ്ടും ഒരാള് ഷിപ്പിലേക്കും ഒരാളകത്തേക്കും വഴിമാറി പോകുന്നു. അവിടെ അകത്ത് പാർട്ടിയില് ഫൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലീസ് വരുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മുടെ മുടിയെ മാത്രം പുറത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അവര് വലിയ പുള്ളികളാണ്, അകത്തേക്ക് ഇവിടെ ഇല്ല എന്നുള്ള രീതിക്കൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും ഒന്ന് പോടാ, നമ്മള് വന്നതിന് കാരണമുണ്ട് എന്നും പറഞ്ഞ് പോലീസുകാര് കേറി അങ്ങ് മെയ്യുന്നു. ഗാർഡ് ഞാൻ അകത്ത് പോയി നോക്കാന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം ഡിറ്റക്റ്റീവ് വേണ്ട വേണ്ട നീ ഷിപ്പിൽ പോയി നോക്കിയാൽ മതി എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. ഇവന്റെ അടുത്തൊക്കെ മനുഷ്യൻ സംസാരിക്കുമോ എന്നുള്ള രീതിക്ക് ഗാർഡും ഒന്നും പറയാതെ പോകുന്നുണ്ട്. ഇവൻ ഇത്ര ഒബീഡിയന്റ് ആയിരുന്നോ, കൊള്ളാം എന്നും പറഞ്ഞ ഡിറ്റക്റ്റീവും. ഇവിടെ ദോക്യോങ് ഡ്രഗ്സ് എടുത്ത് ഡ്രിങ്ക്സും കുടിച്ച് ഗേൾസുമായിട്ട് ഫൺ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ പക്ഷെ അതിലൊന്നും ഒരു സമാധാനം കിട്ടുന്നില്ല. തേജുങ്ങിനെ കൊല്ലണം, തേജുങ്ങിനെ നായ എന്നുള്ള രീതിക്ക് നമുക്ക് നായനെ കൊല്ലാൻ പോവാന്ന് പറഞ്ഞ് ഇവരെ വിളിക്കുമ്പം ഇവർക്കാണെങ്കിൽ അതിലൊരു ഫണ്ണില്ല. നമുക്ക് ഷോപ്പിങ്ങിന് പോവാന്ന് പറയാണ്. അല്ലെങ്കിലേ ഒരു മെന്റലാണ് അവൻ. ഇപ്പൊ ഡ്രഗ്സും കൂടെ എടുത്തോണ്ട് പറയേ വേണ്ട, ആ പെണ്ണുങ്ങളെ മൊത്തം എടുത്തിട്ട് അലക്കുന്നുണ്ട്. ചവിട്ടി മെതിച്ച് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് മുടിയനെ വിളിച്ച് എനിക്ക് ഇവരെയൊക്കെ ബോറടിച്ചു, വാ നമുക്ക് തേജുങ്ങിനെ കൊന്നിട്ട് വരാന്ന് പറയുമ്പം ഇപ്പൊ അതൊന്നും പറ്റത്തില്ല, പോലീസ് വന്നിട്ടുണ്ട്, ആകെപ്പട സീനാവും, നീ അടങ്ങിയിരിക്കുക, പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നീ പോടാ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാന്ന് പറഞ്ഞ് പറയുന്ന കേൾക്കാണ്ട് ദോക്യോങ് ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ മുടിയൻ ഡിറ്റക്റ്റീവിനെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു വിധത്തിലും കേൾക്കൂല എന്നുള്ള രീതിക്ക് അകത്ത് കുറച്ചുപേരായിട്ട് ഡ്രഗ്സ് ഒക്കെ എടുത്ത് പാർട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പം അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനി എന്നെ കൊന്നാലും അപ്പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് മുടിയാൻ നിൽക്കുമ്പം അവനെ പിടിച്ച കയ്യങ്ങ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇടോടോ പറയുന്ന കേക്ക് അവനിവിടെ ഇല്ല, അപ്പുറത്ത് പോയി നോക്കാന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ശരിക്കും തേജുങ് അവിടെ ഇല്ല, അവിടെ കുറെ പേര് പല പല പരിപാടികളും കാണിക്കുന്നു എന്ന് മാത്രം. യോൺഷിക്ക് തേജുങ്ങിനെ അന്വേഷിച്ച് ഷിപ്പിന്റെ അങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. അവിടെ ഒരു സ്ഥലത്ത് മാത്രം ഒരാളെ ഗാർഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുടിച്ചിട്ട് ഒരു പെണ്ണങ്ങോട്ടേക്ക് കയറാൻ നോക്കിയിട്ട് പോലും വിടുന്നില്ല. അപ്പൊ അവിടെ എന്തെങ്കിലും ഉണ്ട് എന്നാണല്ലോ അർത്ഥം. ആ പെണ്ണിനെയും കൊണ്ട് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അയാൾ പോകുന്ന സമയം യോൺഷിക്ക് നൈസായിട്ട് അങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. അവിടെ അപ്പുറത്ത് വേറൊരു ഭ്രാന്തൻ തേജുങ്ങിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ, ദോക്യോങ്. അവനാണെങ്കിൽ നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്, ഡ്രിങ്ക്സും കുടിച്ചിട്ടുണ്ട്. ഒരു കാല് വെച്ചാൽ 5 അടി അപ്പുറത്ത് പോയി വീഴും, ഇപ്പുറത്തെ കാല് വെച്ചാൽ 5 അടി അപ്പുറത്ത് പോയി വീഴും. അങ്ങനെയാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നേരെ നിൽക്കാൻ പോലും പറ്റാണ്ട് ഉരുണ്ട് വരണ്ട് എണീറ്റ് ഇങ്ങനെ വരുന്ന സമയം ഇവിടെ ഇപ്പുറത്തെ തേജോങ് എങ്ങനെയെങ്കിലും ആ കെട്ട് അഴിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പറ്റുന്നേ ഇല്ല. പെട്ടെന്നാണ് അവനുള്ള റൂം ആരോ തുറക്കുന്നണക്ക് അവന്റെ മേത്തേക്ക് വെട്ടമടിക്കുന്നത്. ദോക്യോങ് വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന് തേജോങ്ങിനെയാണ് അന്വേഷിച്ച് നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും തേജോങ്ങിനെ കാണുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക തേജോങ്ങിന്റെ അടുത്ത് വേറെ ആരോ ആണ് വന്നത് എന്ന്. ദോക്യോങ് അന്വേഷിച്ച് അപ്പുറത്തെ റൂമിൽ പോയി നോക്കുമ്പം അവിടെ തേജുങ്ങിനെ കെട്ടിയിട്ടിരുന്ന ആ ഒരു ടേപ്പ് മാത്രമാണ് കാണുന്നത്. ഇവിടെ തേജുങ്ങിനെ കണ്ടുപിടിച്ചത് വേറെ ആരുമല്ല, ഈ യോൺഷിക്കാണ്. അവനെയും കൊണ്ട് അവിടെ എസ്കേപ്പ് ആവാൻ നോക്കുമ്പം അവരെ തടഞ്ഞുകൊണ്ട് ഗാർഡ് വന്ന് നിൽക്കുന്നു. അവന്റെ അടുത്ത് തിരിച്ച് തന്റെ കൂടെ ജയിലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവനെ മനസ്സിലാവുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാം, തന്റെ കൂടെ വാ, ഇങ്ങനെയല്ല ഈ കാര്യം ചെയ്യണ്ടേന്നൊക്കെയാണ് പറയുന്നത്. തേജുങ് അങ്ങനെ കല്ല് പോലെ നിൽക്കുവാണ്. യോൺഷിക്കാണ് വാടാ ഇവിടെ നിൽക്കണ്ട, പോവാന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാർഡ് ഒച്ചയെടുക്കുമ്പം
നിങ്ങൾക്ക് ഇവനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനെ വിടുവാണ് ചെയ്യേണ്ടത്, ഇപ്പൊ വേറെ ഒന്നല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ അവസാനം തേജു ഇങ്ങനെ കൂട്ടിയിട്ട് പോവാൻ നിൽക്കുമ്പം ഓപ്പോസിറ്റ് ഉണ്ട് ഡിറ്റക്റ്റീവ് വരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് അവസാനം ഞാൻ നിന്നെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് വെട്ടെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുമ്പം പുള്ളിക്കാരനും തേജു ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വരികയാണ്. കറക്റ്റ് സമയത്താണ് പുള്ളിന്റെ തലയിൽ എന്തോ ഒന്നങ്ങ് അടിക്കുന്നത്. നോക്കുമ്പോൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ച് UNB ആണ് അടിച്ചേക്കുന്നത്. അതാണെങ്കിൽ ഒരു ഇറക്കം പോലെയുള്ള സ്ഥലം. പുള്ളി ഉരുണ്ടുരുണ്ട് താഴെ വീഴുന്നു. ഡിറ്റക്റ്റീവിനെ നോക്കിയിട്ട് തേജു ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഗാർഡ് വരുന്ന സമയം UNB ഫയർ എക്സ്റ്റിങ്ക്വിഷർ പുള്ളിന്റെ മേലെ ഉപയോഗിക്കുന്നു. അങ്ങനെ പുള്ളി അവിടെ വീഴുന്നുണ്ട്. അവര് മൂന്ന് നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ്. UNBക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഇവര് മൂന്നും കൂടെ അകത്ത് കയറാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം കാറിന് എന്തോ പറ്റിയിട്ട് യൂൻഷിക്ക് അത് നോക്കാൻ പോകുന്നു. അകത്ത് വന്ന തേജുങ് ഒരുപാട് അടി മേടിച്ച് കുറെ ക്ഷീണത്തിലൊക്കെയാണല്ലോ ഉള്ളത്. അങ്ങനെ ഉറങ്ങിപ്പോകുന്നുണ്ട്. ഇതവിടെ സുഖമായിട്ടിരുന്ന UNB വായി നോക്കി അവിടെ തന്നെ അങ്ങ് ഉറങ്ങിപ്പോവാണ്. തേജുങ് രാവിലെ തന്നെ എണീറ്റ് ദോക്യോങ്ങുമായിട്ട് സംസാരിച്ചത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കേൾക്കുന്നത്. ഇതേ സമയം ഗാർഡ് ഒരു ലോക്കർ തുറന്ന് കുറച്ച് ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. ദോക്യോങ്ങിന്റെ ഫോട്ടോ അടക്കം അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണത്. തേജുങ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം UNBയും ഫ്രണ്ടും ആണ് അവിടെ ഉള്ളത്. ഇവൻ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പം അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയത്തില്ല എന്നൊക്കെ അവക്കത് വലിയ കാര്യമായിട്ട് തോന്നില്ല. കാരണം വായി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. UNB അവിടുന്ന് പുറത്തേക്ക് പോകുമ്പം ഫ്രണ്ട് പെണ്ണാണെങ്കിൽ ചുമ്മാ തേജുവിനെ നോക്കിയിട്ട് ഒരുമാതിരി ഓക്വേർഡായിട്ട് നിൽക്കുകയാണ്. UNB ആണ് പുറത്തേക്ക് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര സംശയം, തേജുവുമായിട്ട് ഇവക്ക് എന്താ റിലേഷൻ, ലവ് ആണോ എന്നൊക്കെയുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് UNBന്റെ അടുത്തുനിന്ന് ഒരു മറുപടി വരുന്നില്ല എന്ന് മാത്രമല്ല വെറുതെ തേജുവിന്റെ അടുത്ത് കളിക്കേണ്ടെന്നും പറയുന്നുണ്ട്. ഇന്നലെ യൂൻഷിക്കിന്റെ കാറ് കേടായിരുന്നല്ലോ, അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് ഇപ്പൊ UNB വരുന്നത്. വന്ന് നോക്കുമ്പോ കാർ അവിടെയുണ്ട്, അച്ഛനെ കാണുന്നില്ല. നോക്കുമ്പോ അച്ഛൻ അവിടെ കഴിക്കാൻ എന്തോ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്റെ മോളുടെ ഫേവറേറ്റ് ആണ്, ഒരെണ്ണം കൂടെ തരുമോന്ന് ചോദിച്ചു. അത് അവളും കാണുന്നുണ്ട്, തിരിഞ്ഞു നിൽക്കുന്നു. പുള്ളിക്കാരൻ അത് മേടിച്ച് നോക്കുമ്പോഴാണ് മോളെ കാണുന്നത്. അങ്ങനെ ഓടി അടുത്തേക്ക് വന്ന് നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ കേടായ കാറും കൊണ്ട് വന്നിട്ടുണ്ടേൽ വല്ല ആക്സിഡന്റ് ആയോന്ന് അറിയണ്ടേ, മേടിച്ച ഫുഡ് ഇത് നിനക്ക് വേണ്ടിയിട്ടാ മേടിച്ചതെന്ന് പറഞ്ഞ് കൊടുക്കുമ്പം ഇവളാണെങ്കിൽ ഒരുമാതിരി തുറച്ചു നോക്കുന്നു. സോറി ഞാൻ നിന്നെ വീണ്ടും അൺകംഫർട്ടബിൾ ആക്കിയല്ലേ എന്ന് അച്ഛൻ പറയുമ്പം അത് ഭയങ്കര ക്യൂട്ടായിട്ട് ഇവക്ക് എന്ത് തോന്നിയെന്ന് അറിയത്തില്ല. പിടിച്ചു നിർത്തി അത് മേടിച്ച് എന്തായാലും എനിക്ക് വേണ്ടി മേടിച്ചതല്ലേ ഇങ്ങോട്ടാന്ന് പറഞ്ഞ് അത് കഴിക്കുന്നുണ്ട്. അത് കാണുന്ന അച്ഛനും ഭയങ്കര ഹാപ്പി. തേജു എങ്ങനെയുണ്ട് എണീറ്റോ എന്നൊക്കെ അന്വേഷിച്ച് കാറ് നാളത്തേക്കേ റെഡി ആവുള്ളൂ എന്ന് പറയുന്നു. എന്നാ വാ പോവാന്ന് പറഞ്ഞ് കാറിൽ കയറാൻ നിൽക്കുമ്പം ഞാൻ വണ്ടി ഓടിക്കാം അപ്പോഴല്ലേ നിനക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിൽ പോയി കയറുന്നുണ്ട്. ഇവിടെ ദോക്യോങ് തേജുങ് രക്ഷപ്പെട്ടു പോയ CCTV ഫുട്ടേജ് ആണ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദേഷ്യം വന്ന് തളച്ചു പറഞ്ഞ് അത് മുടിയന്റെ അടുത്താണ് കാണിക്കുന്നത്. ഇത്രയും പേരുണ്ടായിട്ട് നിനക്കൊന്നും അവനെ പിടിക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ച് എടാ എന്റെ ആൾക്കാർ നോക്കുന്നുണ്ട്, നീ കുറച്ച് സമാധാനത്തിലിരിക്കുകയെന്ന് പറയുന്നതിന് അതിനും ചൂടാവുന്നു. മുടിയന്റെ സ്വഭാവത്തിന് ഇവനെ അമ്മിക്കല്ലിലിട്ട് അരക്കിയാണ് വേണ്ടത്. പക്ഷെ കുറച്ച് സമാധാനത്തിൽ അവിടെ പോകുന്നുണ്ട്. യോഹാനെ വിളിച്ച് നീ എനിക്ക് റീഫണ്ട് തരണ്ടെന്നുള്ള കാരണം കൊണ്ട് തേജുവിനെ രക്ഷിച്ചതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ദോക്യോങ്ങിന് എന്നെ അറിയാം യോഹാൻ ഇത്ര താഴ്ന്ന രീതിക്കൊന്നും കളിക്കത്തില്ലാന്ന്. യോഹാൻ ചിരിച്ചോണ്ട് അപ്പൊ പ്രൈസ് ആർക്കാന്നുള്ളത് തീരുമാനമായിട്ടില്ല അല്ലേ എന്നും പറഞ്ഞങ്ങ് കോൾ കട്ട് ചെയ്തിട്ട് വന്നു. ഇവനും ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ തേജുങ് യോൺഷിക്കിന് ദോക്യോങ്ങിന്റെ ഫോട്ടോ കാണിച്ച് ഇയാളാണ് ശരിക്കുള്ള കൾപ്രിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രൂഫ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ഇല്ല, അവനെ കണ്ടിട്ട് ഞാൻ ആകെപ്പാടെ ചോദിച്ചത് ജീവിതം എങ്ങനെ പോകുന്നു എന്ന് മാത്രമാണ്. അത് കൊള്ളാം, ഇങ്ങനത്തെ ചോദ്യമൊക്കെ ആരെങ്കിലും അവൻ്റെ അടുത്ത് പോയി ചോദിക്കോ, ബുൾഷിറ്റ് ആയിട്ടുള്ള ഉത്തരം മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് കറക്റ്റ് ആയിട്ട് യോൺഷിക്ക് പറയുന്നുണ്ട്. തേജുങ്ങിനെ ദോക്യോങ്ങിനെ വലിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ അങ്ങനൊന്നുമില്ല, ജസ്റ്റ് താൻ ചെയ്യാത്ത കാര്യത്തിന് ഇത്രയും കാലം അനുഭവിച്ചതിന് ദോക്യോങ്ങിന്റെ അടുത്തുനിന്ന് ക്ഷമാപണം മാത്രമാണ് തേജോങ് ആഗ്രഹിക്കുന്നത്. നീ വിഷമിക്കണ്ടടാ, അവനായിട്ട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ നമ്മളായിട്ട് ക്ഷമ ചോദിപ്പിച്ചിരിക്കും എന്ന് യോൺഷിക്ക് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അവർക്ക് ചായ കൊടുക്കാൻ വന്ന UNB ഇതൊക്കെ നിന്ന് കേട്ട് ഒരുമാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. ശേ, ഇത്രയും നല്ല മനുഷ്യനോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഇവിടെ ദോക്യോങ്ങിന് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഇല്ലെങ്കിൽ അവന്റെ ജീവിതം മുന്നോട്ടേക്ക് പോകത്തില്ലല്ലോ. അതുകൊണ്ട് മുടിയന്റെ 10-12 ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിച്ച് ഹാപ്പി ആയിട്ട് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തേജോങ് സീരിയസ് ആയിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ദോക്യോങ് ഇന്ന് 9 മണിക്ക് ലേറ്റ് ആവരുത് എന്ന് പറഞ്ഞ് സ്റ്റോറി ഇടുന്നുണ്ട്. വേറെ ആർക്കാ, തേജോങ്ങിന് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. എന്ത് ചെയ്യാനാ, എല്ലാരും തേജോങ്ങിന്റെ മേലെ ഒബ്സസ്ഡ് ആണ്. തേജോങ് ഗണ്ണായിരുന്നു ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഉണ്ടാക്കിയത്. അതെടുത്ത് ചൂണ്ടുന്ന തേജോങ് ഇവിടെ ഇപ്പുറത്തെ തേജോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദോക്യോങ്. ഇങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്.